Hello everyone, I am Ashihana, BSc CS second year student. I am here to present my seminar on the topic signals. So let's check what is signals. Signals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഈസ് ഓവർ എ ഫിസിക്കൽ മീഡിയം ആസ് സിഗ്നൽസ്. അതായത് ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ ഡാറ്റാസ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്? സിഗ്നൽസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റാസ് പാസ് ചെയ്യുന്നത്. സിഗ്നൽസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇലക്ട്രിക്കൽ കറണ്ട് യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഡാറ്റ ഫ്രം എ ഡിവൈസ് ടു അനദർ. അപ്പോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ടോ ആണ്. അതായത് ഡാറ്റ ക്യാരി ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ടോ ആണ് എന്ത് സിഗ്നൽസ് പറയുന്നത്. ഈ സിഗ്നൽസ് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് പാസ് ചെയ്യുന്ന ഡാറ്റാസ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നൽസ് എന്ന് പറയുന്നത്. ദ ഡാറ്റ ആൻഡ് സിഗ്നൽസ് ദാറ്റ് റെപ്രസെൻറ്റ് ഡാറ്റ ക്യാൻ ബി ഓഫ് അനലോഗ് ഓർ ഡിജിറ്റൽ ഫോം. അപ്പോൾ സിഗ്നൽസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിൽ ഡാറ്റാസ് പാസ് ചെയ്യാം. സിഗ്നൽസ് ആയിട്ട് പാസ് ചെയ്യാറുണ്ട്, അനലോഗായിട്ടും പാസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലായിട്ടും ഉണ്ട്. അപ്പം രണ്ട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, അനലോഗും ഡിജിറ്റലും. അപ്പോൾ ഇവിടെ സിഗ്നൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും. ഇവിടെ അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അനലോഗ് സിഗ്നലിലാണെങ്കിൽ ഒരു വേവ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ഡിജിറ്റലിലാവുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലാണ് എന്ത് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് അനലോഗ് സിഗ്നലും എന്താണ് ഡിജിറ്റൽ സിഗ്നലും നോക്കാം. അനലോഗ് സിഗ്നൽസ് റെഫേഴ്സ് ടു എ കണ്ടിന്യൂസ് ഫിനോമിനൻ. അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഫിനോമിനനാണ് എന്ത് ചെയ്യുന്നത്? റെഫർ ചെയ്യുന്നത്. അതായത് അനലോഗ് ഡാറ്റ കൺസിസ്റ്റ് ഓഫ് കണ്ടിന്യൂസ് വേവ്സ്. ആൻ എക്സാമ്പിൾ വുഡ് ബി സൗണ്ട്. അപ്പോൾ അനലോഗ് ഡാറ്റയിൽ കണ്ടിന്യൂസ് വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റ പാസ് ചെയ്യുന്നത്. അതായത് ആൻ എക്സാമ്പിൾ വുഡ് ബി സൗണ്ട്. ഒരു സൗണ്ട് എന്നതിന് ഒരു കണ്ടിന്യൂസ് എന്താണ് ഡാറ്റ പാസ് ചെയ്യുന്നത്, അതായത് വേവ്സ് ആണ്. സോ അത് സൗണ്ട് എന്ന് പറയുന്നത് അനലോഗ് സിഗ്നൽസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ലൗഡ് സ്പീക്കർ, മൈക്രോഫോൺസ്, സെൻസേഴ്സ് ആർ ഓൾ അനലോഗ് ഡിവൈസസ്. അപ്പം ഈ മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കേഴ്സ്, സെൻസേഴ്സ് ഒക്കെ എന്താണ്? അനലോഗ് ഡിവൈസസ് ആണ്. ഓക്കെ. അനലോഗ് സിഗ്നൽ ഇസ് എ കണ്ടിന്യൂസ് വേവ് ഫോം ദാറ്റ് ചേഞ്ചസ് ഓവർ ടൈം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് വേവ് ഫോമാണ് എന്ത് ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് ചേഞ്ചസ് ഓവർ ടൈമാണ്. ഓക്കെ, ടൈമിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. സോ അതാണ് എന്ത്? ഒരു കണ്ടിന്യൂസ് വേവ് ദാറ്റ് ഈസ് ചേഞ്ചസ് ഓവർ ടൈം. അതാണ് എന്ത് ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ ക്യാൻ ബി പീരിയോഡിക് ഓർ അപീരിയോഡിക്. അതായത് അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും പീരിയോഡിക്കും ആവാം, അപീരിയോഡിക്കും ആവാം. പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഓർഡറിൽ പാസ് ചെയ്യുന്നതാണ് പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപീരിയോഡിക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാണ്ട് പാസ് ചെയ്യുന്ന സിഗ്നൽസാണ് അപീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പീരിയോഡിക് സിഗ്നൽ എ പാറ്റേൺ ഈസ് റിപ്പീറ്റഡ് ഓവർ സെയിം ടൈം ഇൻ്റർവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പീരിയോഡിക് സിഗ്നലിൽ ഒരു പാറ്റേൺ, ഒരു സെയിം ടൈം ഇൻ്റർവെല്ലിൽ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് എന്ത്? പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് സിഗ്നൽസും ഡിജിറ്റൽ സിഗ്നൽസും പീരിയോഡിക്കും ആവാം, അപീരിയോഡിക്കും ആവാം. എ സിംഗിൾ ഫുൾ പാറ്റേൺ ഈസ് കോൾഡ് സൈക്കിൾ ആൻഡ് ടൈം ടേക്കൺ ഫോർ എ സൈക്കിൾ ഈസ് പീരിയഡ്. അതായത് ഒറ്റ ഫുൾ പാറ്റേൺ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ഒറ്റ ഫുൾ പാറ്റേൺ നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയും. ആ സൈക്കിളിൽ എടുക്കുന്ന ടൈം ടേക്കൺ ഫോർ എ സൈക്കിൾ ഈസ് പീരിയഡ്. ഓക്കെ, അപ്പം ഈ സൈക്കിളിന് എടുക്കുന്ന ടൈം, എത്ര ടൈമാണോ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്, ആ ടൈമിന് നമ്മൾ പീരിയഡ് എന്ന് പറയും. അപീരിയോഡിക് സിഗ്നൽസ് ചേഞ്ചസ് കോൺസ്റ്റൻ്റ്ലി വിത്തൗട്ട് റിപ്പീറ്റിംഗ് എ പാറ്റേൺ. അപീരിയോഡിക് സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് റിപ്പീറ്റിംഗ് എ പാറ്റേൺ. പീരിയോഡിക് സിഗ്നൽസ് ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അപീരിയോഡിക് സിഗ്നൽസ് ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വിത്തൗട്ട് റിപ്പീറ്റിംഗ് എ പാറ്റേൺ ആണ് ഉള്ളത്. അനലോഗ് സിഗ്നൽസ് ക്യാൻ ബി സിമ്പിൾ ഓർ കോമ്പോസിറ്റ്. അനലോഗ് സിഗ്നൽസ് സിമ്പിൾ ആവാം, കോമ്പോസിറ്റ് ആവാം.
സിമ്പിൾ അനലോഗ് സിഗ്നൽ, അതായത് സൈൻ വേവ്, കനോട്ട് ബി ഫെർദർ ഡീകമ്പോസ്ഡ് ആൻഡ് കോമ്പോസിറ്റ് വൺസ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ടു മൾട്ടിപ്പിൾ സൈൻ വേവ്സ്. അപ്പോൾ ഒരു സൈൻ വേവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. കോമ്പോസിറ്റ് വൺസ് ആണെങ്കിൽ സിമ്പിൾ അനലോഗ് സിഗ്നൽ കനോട്ട് ബി ഫെർദർ ഡീകമ്പോസ്ഡ്. അതായത് ഇപ്പോൾ സൈൻ വേവ് ഒരു സിമ്പിൾ അനലോഗ് സിഗ്നലാണ്, അത് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു കോമ്പോസിറ്റ് വൺസ്, അതായത് ഒരു കോമ്പോസിറ്റ് സിഗ്നൽ നമുക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സൈൻ വേവ്സ് ആക്കി മാറ്റാൻ പറ്റും. ദ ഹൈറ്റ് ഓഫ് ആൻ അനലോഗ് സിഗ്നൽ ഈസ് നോൺ ആസ് ആംപ്ലിറ്റ്യൂഡ്. ഒരു അനലോഗ് സിഗ്നലിൻ്റെ ഹൈറ്റിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ്. നമ്മൾ പറഞ്ഞു ഒരു സൈക്കിൾ ഒരു സിംഗിൾ ഒരു പാറ്റേൺ എന്നുള്ളതിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ പീരിയഡ് എന്ന് പറയും. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് നടന്നു എന്നുള്ളതിന് റെഫർ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. പീരിയഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് ആണ്. നമ്മൾ പീരിയഡ് എന്താണെന്ന് പറഞ്ഞു. പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ എ സൈക്കിൾ ആണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ടായി എന്നുള്ളതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. പീരിയഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് ആണ്. ഓക്കെ. ഫേസ് specifies the location of a point within a wave cycle in a periodic waveform and is measured in degrees or radians. ഇവിടെ നമ്മൾ ഒരു അനലോഗ് സിഗ്നലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അനലോഗ് സിഗ്നൽ എപ്പിരിയോഡിക് ആൻഡ് പീരിയോഡിക്. നമ്മൾ പറഞ്ഞു അപ്പിരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫോർമാറ്റ്, അതായത് ഒരു പ്രത്യേക ഫോമാറ്റ് ഫോളോ ചെയ്യാണ്ട് ഉള്ള വേവ്സ് ആണ് അപ്പിരിയോഡിക് എന്ന് പറഞ്ഞു. പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോമാറ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് പാസ് ചെയ്യുന്ന സിഗ്നൽസാണ് പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ സിഗ്നലാണ്. സിമ്പിൾ സിഗ്നൽ നമുക്ക് പിന്നെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. കോമ്പോസിറ്റ് സിഗ്നൽസിന് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ വേവ് ഒരു സിമ്പിൾ സിഗ്നലിൻ്റെ എക്സാമ്പിളാണ്. കോമ്പോസിറ്റ് സിഗ്നൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡാറ്റ ഈസ് ഡിസ്ക്രീറ്റ്. ഓക്കെ. ഡിസ്കണ്ടിന്യൂസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എനി ഡാറ്റ ഓർ ഇൻഫർമേഷൻ. ഡിസ്ക്രീറ്റും ഡിസ്കണ്ടിന്യൂസും ആയിട്ടുള്ള ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ് ഡിജിറ്റൽ ഡാറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് ഹാവ് ഓൺലി ലിമിറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് വിത്ത് ട്രാൻസിഷൻ ഫ്രം വൺ വാല്യൂ ടു അനദർ ബീയിങ് ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പം ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആണ് ആൻഡ് ഹാവ് ഓൺലി ലിമിറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ്. അതിന് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ ഡിജിറ്റൽ സിഗ്നൽസിന്. അതായത് ഡിജിറ്റൽ ഡാറ്റാസ് ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമായിരിക്കും. ബിറ്റ് ഇൻ്റർവൽ റെഫേഴ്സ് ടു ദ ടൈം ടേക്കൺ ടു സെൻഡ് എ സിംഗിൾ ബിറ്റ്. ബിറ്റ് ഇൻ്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബിറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ബിറ്റ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ബിറ്റ് റേറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ബിറ്റ് ഇൻ്റർവൽസ് പെർ സെക്കൻഡ് ഓർ നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഇൻ 1 സെക്കൻഡ്. അതായത് ബിറ്റ് ഇൻ്റർവൽസ്, ഇപ്പോൾ നമ്മൾ ബിറ്റ് ഇൻ്റർവൽസ് എന്ന് പറഞ്ഞു, അതായത് ഒരു സിംഗിൾ ബിറ്റ് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ബിറ്റ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഇൻ്റർവൽസ് പാസ് ചെയ്തു, അതായത് നമ്പർ ഓഫ് ബിറ്റ് ഇൻ്റർവൽസ് പെർ സെക്കൻഡ് ആണ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, CDs, DVDs ആർ എക്സാമ്പിൾസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ്. ഡിജിറ്റൽ ഡിവൈസസ് ആണ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഴ്സും CDയും DVDസും ഒക്കെ ഡിജിറ്റൽ ഡിവൈസസ് ആണ്. ഇപ്പോൾ ഇവിടെ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ പറഞ്ഞു അപ്പിരിയോഡിക്കും ആവാം പീരിയോഡിക്കും ആവാം. അനലോഗ് സിഗ്നൽ ആയാലും പീരിയോഡിക്കും ആവാം അപ്പിരിയോഡിക്കും ആവാം. അപ്പം ഡിജിറ്റൽ സിഗ്നലിൻ്റെ അപ്പിരിയോഡിക് ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പീരിയോഡിക് ഡിജിറ്റൽ സിഗ്നൽസാണ് ഇവിടെ, അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത്രേ ഉള്ളൂ നമ്മളെ സിഗ്നൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സിഗ്നൽസ് നമ്മൾ പറഞ്ഞു, സിഗ്നൽസിൽ അനലോഗ് ഡിജിറ്റലാണ് ഉള്ളത്. അപ്പോൾ അനലോഗ് ആയാൽ ഒരു കണ്ടിന്യൂസ് ആണ്, ഡിജിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആണ്. ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്.
And that's all. Thank you.